ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിരുന്ന ഒരു ഫ്രൂട്ട് ജെല്ലി കേക്കാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് ഫ്രൂട്ട്സും അഗാറും സ്വീറ്റ്നറും അത്ര. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 15 വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇത് കിവി, മാതളം, പിയർ, പൈനാപ്പിൾ, ബ്ലാക്ക്ബെറി, മെലൺ, മാംഗോ, വാട്ടർമെലൺ, പിന്നെ 2 തരത്തിലുള്ള മുന്തിരി, ചെറി, ബ്ലൂബെറി, മുസംബി, സ്ട്രോബെറി, പിന്നെ നടുക്ക് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്, കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ എൻ്റെ കാവലിന് എൻ്റെ കുഞ്ഞാറ്റ വന്ന് കാത്തു നിൽപ്പുണ്ട് സഫു. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് അഗർ എന്നതിൻ്റെ പേര്. നമ്മുടെ ജെല്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷനാണ്. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ പഞ്ചസാര അല്ല ഇന്ന് ഉപയോഗിക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ജെല്ലി കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം സ്വീറ്റ്നറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 300 സ്വീറ്റ്നർ ഉള്ളൊരു ബോക്സാണ്. ഇതിൻ്റെ ഹാഫാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച സ്വീറ്റ്നറില്ലേ, ആ സ്വീറ്റ്നർ ഒരു ഹാഫ് ഓഫ് ദ സ്വീറ്റ്നർ ഇതിനകത്തേക്ക് ഇട്ടിട്ട് 1/2 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആക്കുക. ഫസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ അത് 4 സ്പൂൺ അഗാറാണ് ഞാൻ ഇനി ഇതിട്ട് നന്നായിട്ട് മിക്സ് ആക്കുകയാണ് കേട്ടോ. നമ്മൾ കണ്ട ഈ ഒരു പോട്ടിലോട്ടാണ് കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്നും മൈൻഡ് ചെയ്യേണ്ട. എന്താണെന്ന് വെച്ചാൽ സഫു കാർട്ടൂൺ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഫസ്റ്റ് തണ്ട ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഇല്ലേ, അത് നമ്മൾ ഇതിനകത്തോട്ട് 2-3 തവി ഒരു ബേസ് കിട്ടാനുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു മാനറിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഭംഗിയുള്ള വശം പുറത്തോട്ട് വന്നിട്ട് ആ ഒരു രീതിക്ക് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മളിത് ഫസ്റ്റ് ലെയർ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ ഈ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഈ അഗർ ഒഴിച്ചു കൊടുക്കണം. ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ബാക്കിയെല്ലാം കൂടെ അറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മളിത് ലാസ്റ്റ് ഫൈനലിൽ ടോപ്പ് ലെയർ ആയിട്ട് നമ്മുടെ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ സീഡ്സും കൂടെ ടോപ്പിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഫ്രിഡ്ജിലൊരു 6 അവർ വെക്കുക.